കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനാണ് കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ പുത്രൻ കണ്ണോത്ത് മുരളീധരൻ. ഈ കെ മുരളീധരൻ ഇന്നിതാ കോൺഗ്രസ്സിൽ തനിക്ക് ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി ചില പരാതികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ ചതി പറ്റി എന്നാണ് മുരളീധരൻ പറയാതെ പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പരാതികൾക്ക് അടിസ്ഥാനം? തൃശ്ശൂരിൽ ആരാണ് അദ്ദേഹത്തെ ചതിച്ചത്? ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അദ്ദേഹം മുൻപും ഇത്തരം കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. തന്നെ ചതിച്ചുവെന്നും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ തുടർന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ കരുണാകരൻ്റെ മകൻ എന്താ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലേ? കാരണം അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു, മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, MP ആയിരുന്നു. എന്നിട്ടും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്കെതിരെ ഇറങ്ങുമ്പോൾ ആ മണ്ഡലങ്ങളിൽ വെറും നേർച്ചക്കോഴി മാത്രമാണ് മുരളീധരൻ എന്ന് നാട് മുഴുവൻ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു. എന്നിട്ടും ഇദ്ദേഹത്തിന് മാത്രം മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പഴയ ഒരു പേരുണ്ടല്ലോ, കിങ്ങിണിക്കുട്ടൻ എന്ന രീതിയിലുള്ള ആ പേര് ഇപ്പോഴാണ് ചേരുന്നത്. അക്കാലങ്ങളിൽ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ അല്ലേ പാർട്ടിയിലെ ഒരു കേഡർ സ്വഭാവത്തിലേക്കെല്ലാം മാറ്റുവാൻ എന്തെല്ലാം ഈ പിതാവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ മക്കളുമായി ബന്ധപ്പെട്ടല്ലേ രാഷ്ട്രീയം വളർത്തുന്നു എന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഇരുന്ന KPCC പ്രസിഡന്റ് സമയം വലിയ രീതിയിൽ തന്നെ പാർട്ടി ഒരു സംഘടനാ രൂപത്തിലേക്ക് മാറിയിരുന്നു. ഒരു അഗ്രസീവായ സമരങ്ങളിലും അതോടൊപ്പം തന്നെ ഉദാഹരണം അഗ്രസീവ് സ്വഭാവം പാർട്ടിക്കുള്ളിൽ മറിഞ്ഞിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട് അത് പാർട്ടികളെ പുറത്തും അദ്ദേഹം അഗ്രസീവായിരുന്നു, പാർട്ടിക്ക് ഉള്ളിലും വലിയ രീതിയിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞൊരു നേതാവായിരുന്നു. പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭയിൽ അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ വരികയും വട്ടിയൂർക്കാവിൽ വിജയിക്കുകയും ചെയ്തു. പിന്നീട് വട്ടിയൂർക്കാവ് മണ്ഡലം അങ്ങനെ മാറുകയാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു മണ്ഡലമായി മാറിയ സ്ഥലത്ത് നിന്നാണ് ഇദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ പോകുന്നത്. വടകരയിൽ പോയി MP ആയി. അപ്പോൾ MP ആയി ഇരിക്കണമോ? വീണ്ടും വരികയാണ്. BJPയുടെ ഉരുക്കുകോട്ടയ നേമത്ത് BJPയെ പരാജയപ്പെടുത്താനെന്ന് പറഞ്ഞു. അദ്ദേഹവും പരാജയപ്പെട്ടു, BJPയും പരാജയപ്പെട്ടു. പക്ഷേ ഇദ്ദേഹം പരാജയപ്പെട്ടതാണ് ദയനീയമായ രീതിയിൽ. 40,000 വോട്ട് പോലും ലഭിച്ചിട്ടില്ല. എന്നിട്ട് പരാജയത്തിന് ശേഷം ഇദ്ദേഹം പറയുകയാണ്, ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരില്ല, ബൂത്ത് കമ്മിറ്റി ശക്തമല്ല, ഇവിടെ കൊടികെട്ടാൻ പോലും ആളില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലെന്ന് ഇദ്ദേഹം പരാജയത്തിന് ശേഷം നടത്തിയ പല വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നത് കേട്ട്. പക്ഷേ അതിനുശേഷം വീണ്ടും അത് സംഭവിക്കുകയാണ്. ഒരു പ്രാവശ്യം സംഭവിക്കുമ്പോൾ അത് അബദ്ധം പറ്റിയെന്ന് പറയാം. അത് രണ്ടാമത് ആവർത്തിക്കുമ്പോഴും അത് മണ്ടത്തരമായി മാറുകയാണ്. അതാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. തൃശ്ശൂരിൽ വലിയ രീതിയിൽ BJP, കാരണം സുരേഷ് ഗോപി വർഷങ്ങളായി തന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണ് അല്ലേ, ജനങ്ങൾക്കിടയിൽ പോയി വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് അദ്ദേഹം രാജ്യസഭ MP ആയിരുന്ന പണം മുഴുവൻ അവിടെ എത്തിച്ച് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മണ്ഡലത്തിലേക്ക് വടകരയിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വരികയാണ് അദ്ദേഹം. അതിന് അനുകൂലമായി സർവേ പുറത്തൂടെ മനോരമ അടക്കമുള്ള ചില മാധ്യമങ്ങളുമുണ്ട്. സുരേഷ് ഗോപി മൂന്നാമതാണ്, ഒന്നാമത് മുരളീധരനാണ്, കോൺഗ്രസ് ആണ്. ആ രീതിയിലുള്ള കുറെ സർവേകളും കണ്ട് ഇദ്ദേഹം വലിയ പ്രസ്താവനകൾ നടത്തി മുന്നേറിക്കൊണ്ടിരുന്നതെല്ലാം ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം അതെ, BJP 50,000-ലധികം വോട്ട് ചേർത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് പറയുകയാണ്, ഈ വോട്ട് ചേർത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വലിയ രീതിയിൽ പിന്നോട്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തന്നെ കോൺഗ്രസിന് നാണക്കേടാണ്, അദ്ദേഹത്തിനും നാണക്കേടാണ്. കാരണം KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ മന്ത്രിയും MLAയും MPയും ഒക്കെ ആയി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ചെയ്തയാളാണ്. അങ്ങനെയുള്ള കെ മുരളീധരനാണ് ഈ തൃശ്ശൂരിൽ ഒരു വലിയ അബദ്ധം തനിക്ക് സംഭവിച്ചു എന്ന് പറയുന്നത്. അത് അത്ര നിസ്സാരമായിട്ട് കാണാവുന്നതല്ല ഈ കാര്യം. മുരളീധരൻ അല്ലാതെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാരെ തന്നെ വലിയ സംശയത്തിലാണ് ഈ മുരളീധരൻ എന്നായിരിക്കും BJPയിലേക്ക് പോകുന്നതെന്ന്. കാരണം ഇദ്ദേഹത്തെക്കാൾ വലിയ രീതിയിൽ BJPയെ വിമർശിച്ച ഒരു നേതാവായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജ. അവർ ഇപ്പോൾ BJPക്ക് അനുകൂലമായി തന്നെ വലിയ രീതിയിൽ പ്രവർത്തിക്കുക മാത്രമല്ല അതിൻ്റെ ഗുണവും തൃശ്ശൂരിൽ വിജയിച്ചിട്ടുണ്ടല്ലോ. തൃശ്ശൂരിൽ ഈ
മുരളീധരൻ തന്നെ പലതവണ അവരെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ അവർ വന്നെന്ന് പറഞ്ഞ ഒരു വോട്ട് ലഭിക്കാൻ പോകുന്നില്ല, ഉള്ള BJP വോട്ട് കൂടി നഷ്ടമാകുമെന്ന വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. പക്ഷേ വോട്ട് കുറഞ്ഞത് മുഴുവൻ കൃത്യമായി തന്നെ 80,000-ലധികം വോട്ട് കുറഞ്ഞത് മുരളീധരനാണ്. മുരളീധരൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരു പരിധിവരെ അവസാനിച്ച ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കാണും അവസാന ഘട്ടം, അല്ലേ? അതെ. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി തോറ്റാൽ അദ്ദേഹത്തിന് ഉറപ്പായി തന്നെ സീറ്റ് കൊടുക്കില്ല. കാരണം നിയമത്ത് പരാജയപ്പെട്ടു, നിലവിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം കോൺഗ്രസിൽ ഇപ്പോൾ KC വേണുഗോപാലും BD സതീശനും ഒക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. K സുധാകരനെ അവർ നിഷ്പ്രയാസം മാറ്റി അവിടെ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. ഈ പറയുന്നത് പോലെ പഴയ പടക്കുതിരകളാണ് രമേശ് ചെന്നിത്തലയും K മുരളീധരനും K സുധാകരനും ഒക്കെ. ആ കൂട്ടത്തിൽ ഇവർക്കിനി സീറ്റ് കിട്ടുമോ, അതോ ചെറുപ്പക്കാരുടെ ഒരു നിരയെ കൊണ്ടുവരുമോ കോൺഗ്രസ്? അതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ K മുരളീധരൻ, രമേശ് ചെന്നിത്തല ഇപ്പോൾ AICCയിലേക്കുള്ള ഒരു പ്രത്യേക ക്ഷണിതാവെങ്കിലുമാണ്. K മുരളീധരൻ ഇതൊന്നുമല്ല. അദ്ദേഹത്തിന് പാർട്ടി ചുമതലയും നേരത്തെ വർക്കിംഗ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ പുതിയ ചുമതല അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താവും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. K മുരളീധരന്റെ അവസ്ഥ നാം പാലക്കാട് കണ്ടതാണല്ലോ. അദ്ദേഹത്തിന്റെ പേരായിരുന്നു അവിടുത്തെ ജില്ലാ കമ്മിറ്റി പാർട്ടി നൽകുന്നത്. പൂർണ്ണമായി തന്നെ ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ വെട്ടിമാറ്റി യുവാക്കൾക്ക് അവസരം നൽകുകയാണ്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഇനി എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുക. അവിടെ പ്രാദേശികമായി തന്നെ നേതാക്കളെ ഉയർത്തിക്കാട്ടി ഇദ്ദേഹത്തിനെതിരെ, കാരണം അവർക്ക് പറയാൻ അവസരം ഉണ്ടല്ലോ. ദയനീയമായ 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്, അതും ഒരു മണ്ഡലത്തിൽ BJP വിജയിപ്പിച്ച നേതാവെന്ന ഖ്യാതിയും ഇദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള ഒരു അവസരം ഇദ്ദേഹം തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ ഭാവി കാണുന്നത് BJPയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് സമാനമായി തന്നെ അദ്ദേഹം മറുകണ്ഠം ചാടുകയാണെങ്കിൽ ചിലപ്പോൾ വട്ടിയൂർക്കാവിലോ, അദ്ദേഹം മുൻപ് വട്ടിയൂർക്കാവിൽ MLA ആയിരുന്നല്ലോ, വട്ടിയൂർക്കാവിലോ അതോടൊപ്പം തന്നെ തൃശ്ശൂരിലോ എല്ലാം സീറ്റുകളിലൂടെ ഇദ്ദേഹത്തിന് വിജയിച്ചു കയറാമെന്നൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നാം അത്തരം നീക്കങ്ങൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ. മറുകണ്ഠം ചാടി വരുന്നവർക്ക് BJP വലിയ രീതിയിൽ, ഇവിടെ മാത്രമല്ല BJPയുടെ നയമേ അങ്ങനെയാണ്. അത് ദേശീയ തലത്തിൽ തന്നെ നാം പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കർണാടക ആയാലും ഉത്തർപ്രദേശ് ആയാലും മഹാരാഷ്ട്ര ആയാലും ബീഹാർ ആയാലും രാജസ്ഥാൻ ആയാലും വിവിധ സംസ്ഥാനങ്ങളിൽ BJP കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും രാജിവെച്ച് വരുന്നവരെ ഇവിടെ നിർത്തി മത്സരിപ്പിച്ച് വിജയിക്കാൻ അവർക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെ നാം കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഈ കർണാടകയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലുമെല്ലാം. അത് തന്നെയായിരിക്കും കേരളത്തിലും അവർക്ക് നടപ്പിലാക്കാൻ കഴിയുക. ഭാവിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് തന്നെ BJP പോകും. കാരണം എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും UDF പിന്നോട്ടാണല്ലോ പോകുന്നത്. ഇവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കെതിരെയുള്ള ഒരു വികാരം കൊണ്ട് അവിടെ വിജയിച്ച് കയറുന്നു. ന്യൂനപക്ഷം ഒന്നടങ്കം ഈ കോൺഗ്രസിന് പിന്നാലെ പോകുമ്പോഴുള്ള ഒരു വളർച്ച മാത്രമാണ് കാണിക്കുന്നത്. അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസ് എല്ലാ തിരഞ്ഞെടുപ്പിലും പിന്നോട്ടാണ് പോകുന്നത്, അല്ല മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ആ പാർട്ടിയിൽ എത്രത്തോളം K മുരളീധരൻ മാത്രമല്ലല്ലോ, പല നേതാക്കളും ഇപ്പോൾ നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധവുമായെല്ലാം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അതിനെ ഒന്ന് ഉണർത്തുവാനായിരുന്നു സുധാകരനെ കൊണ്ടുവന്നത്. സുധാകരനെ കൊണ്ടുവന്നിട്ടും നടന്നിട്ടില്ല. സുധാകരൻ അതിന് ശ്രമിക്കുമ്പോൾ ഈ ഒരു വിഭാഗം നേതാക്കൾ അതിനെതിരെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.